ആഴ്ചയിലെ 5 ദിവസങ്ങൾ മെയിനായിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്ത് വൃത്തിയാക്കാനായിട്ട് ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ വീക്കിലി ക്ലീനിങ് റൂട്ടീനിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത പലതരം ടോപ്പിക്കുകളിൽ മെയിനായിട്ട് വന്നു പോകുന്ന ഒരു പോയിന്റാണ് ഈ വീക്കിലി ക്ലീനിങ് റൂട്ടീൻ ഫോളോ ചെയ്യാന്നുള്ളത്. ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് വീട്ടിലെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീടിന്റെ വലിപ്പത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് സ്വന്തമായിട്ടൊരു ക്ലീനിങ് റൂട്ടീൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യാം. വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് വീടിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനുമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ വീക്കിലി ക്ലീനിങ് റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ക്ലീനിങ് റൂട്ടീൻ ചെക്ക് ലിസ്റ്റ് വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. കാരണം വേർഡ് ഫയലായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൺഡേ ടു ഫ്രൈഡേ വീക്കിലി ക്ലീനിങ് റൂട്ടീൻ കണ്ടു നോക്കാം. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീക്കെൻഡ്സും പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം സാറ്റർഡേ സൺഡേ മോസ്റ്റ്ലി ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വീക്കിലി ക്ലീനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഡ്റൂമിൽ നിന്നുമായിരിക്കും. ശനിയും ഞായറും അവധി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടോയ്സോ അല്ലെങ്കിൽ എൻ്റെ ജ്വല്ലറി എന്തെങ്കിലും ഐറ്റംസോ ഒക്കെ ആയിട്ട് സൈഡ് ടേബിൾ നിറഞ്ഞിരിക്കുകയായിരിക്കും. സൈഡ് ടേബിളിൽ എക്സ്ട്രാ കടന്നുകൂടിയിട്ടുള്ള ഐറ്റംസിനെയൊക്കെ അതിൻ്റെ അതാത് സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും. വീട്ടിലെ പൊടിശല്യം അകറ്റാം എന്നുള്ള നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഡസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡ് ടേബിളൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലിരിക്കുന്ന എല്ലാ ഐറ്റംസും എടുത്ത് പ്രത്യേകം ഡസ്റ്റിംഗ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് സ്ലൈഡിംഗ് വിൻഡോ ആണ് ബെഡ്റൂമിൽ ക്ലീൻ ചെയ്യാറുള്ളത്. ഡിഷ് വാഷിംഗ് ലിക്വിഡും നോർമൽ വാട്ടറും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ബെഡിലും സൈഡ് ടേബിളിലും ഒക്കെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഐറ്റംസ് ഒക്കെ അതിൻ്റെ അതാത് സ്ഥാനങ്ങളിലേക്ക് എടുത്തു മാറ്റും. ക്യാബിനറ്റ്സിൽ മെഡിസിൻ ഒക്കെ ആണെങ്കിൽ മെഡിസിൻ ക്യാബിനറ്റിൽ കൃത്യമായിട്ട് എടുത്ത് മാറ്റി വെക്കും. നെക്സ്റ്റ് ഡ്രസ്സിംഗ് ടേബിളിന്റെ മിറർ ക്ലീൻ ചെയ്യാനായിട്ട് വിനാഗിരിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് എസ് ഷേപ്പിൽ വൃത്തിയായിട്ട് തുടച്ചെടുക്കും. തുടച്ചതിന്റെ മാർക്സ് ഒന്നും ഇല്ലാണ്ട് വൃത്തിയാക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. ബെഡ്റൂം ക്ലീനിങ്ങിൽ അവസാനമായിട്ട് ചെയ്യുന്നത് ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ബെഡ്റൂമിൽ ഫിറ്റഡ് ഷീറ്റ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫിറ്റഡ് ഷീറ്റ്സ് നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ തിരിച്ച് വിരിക്കാനും ഒക്കെ നല്ല എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഈ ഫിറ്റഡ് ഷീറ്റ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ബെഡിന്റെ സൈസിനനുസരിച്ച് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ക്ലീനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എല്ലാ ആഴ്ചയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാറില്ല ഈ മൺഡേ ബെഡ്റൂം ക്ലീനിങ്ങിനായിട്ട്. മാക്സിമം ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഇത്രയും ജോലികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. വീക്കിലി ക്ലീനിങ് റൂട്ടീന്റെ ഭാഗമായിട്ട് ട്യൂസ്ഡേയ്സ് നമ്മൾ മെയിനായിട്ട് കിച്ചണിലാണ് ഫോക്കസ് ചെയ്യാറ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാറ്. ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ക്യാബിനറ്റ്സ്, മുകളിലുള്ള ക്യാബിനറ്റ്സും അതുപോലെ താഴെയുള്ള ക്യാബിനറ്റ്സും പുറമേ നിന്നൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കും. കുക്കിങ്ങിന്റെ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള എണ്ണയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്പില്ലേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് വൃത്തിയാക്കി കിട്ടും. നമ്മുടെ മന്ത്ലി ക്ലീനിങ് റൂട്ടീനിൽ മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ക്യാബിനറ്റ്സിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ ഡീക്ലട്ടർ ചെയ്യുകയൊക്കെ ചെയ്യാറ്. ഇപ്പോൾ വീക്കിലി ക്ലീനിങ് റൂട്ടീനിൽ നമ്മൾ പുറമേ നിന്ന് മാത്രമേ ക്യാബിനറ്റ്സ് തുടയ്ക്കാറുള്ളൂ. കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് ഉണ്ടല്ലോ, ഇപ്പോൾ എയർ ഫ്രയർ, അതുപോലെ ബ്ലെൻഡർ, പിന്നെ മിക്സർ, അതൊക്കെ ജസ്റ്റ് ഒന്ന് പുറമേ നിന്ന് തുടച്ച് വെക്കാറുണ്ട്. അതുമേ എന്തെങ്കിലും തരത്തിലുള്ള പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട്. പിന്നെ നമ്മൾ സ്പില്ലേജസ് ഉണ്ടാവുമല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കും.
അതുപോലെ തിരക്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം കാലത്ത് സമയത്തൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തിരക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ക്യാബിനറ്റ്സിലേക്ക് ഈ ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കുമ്പോൾ കുറച്ച് ഓർഡറൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് തിരിച്ച് അതാത് പൊസിഷനിലേക്ക് എടുത്ത് മാറ്റി വെക്കും. അടുത്തത് സിങ്ക് ഏരിയ നല്ല വൃത്തിയായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഡെയിലി കാലത്തും വൈകിട്ടും സിങ്ക് ഏരിയ ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഈ വീക്ക്ലി ക്ലീനിങ് റൂട്ടീനിൽ കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ട്. ഓരോ ആഴ്ചയും കിച്ചൺ ക്ലീനിങ് റൂട്ടീനിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടവല് മാറ്റിയിട്ട് പുതിയ കിച്ചൺ ടവല് മാറ്റിയിടാറുണ്ട്. മറ്റുള്ള ക്യാബിനറ്റ്സ് പോലെ തന്നെ സിങ്കിനടിയിലുള്ള ക്യാബിനറ്റിൽ കൂടുതലും ഞാൻ ക്ലീനിങ് പ്രോഡക്ട്സ് ആണ് അവിടെ സ്റ്റോർ ചെയ്യാറുള്ളത്. അവിടെ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് വെക്കും, ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് അവിടേക്ക് ഇവിടേക്കൊക്കെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. ട്യൂസ്ഡേയ്സിൽ നമ്മൾ ഒരു 20 മിനിറ്റ് ഈ കിച്ചൺ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെക്കാറുണ്ട്. ബുധനാഴ്ചകളിൽ വീട്ടിലെ കോമൺ ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. സൺഡേസിൽ ഹസ്ബൻഡ് അറ്റാച്ച്ഡ് ബാത്റൂം ക്ലീൻ ചെയ്തോളും. അപ്പോൾ ബുധനാഴ്ച ദിവസം നമ്മുടെ ബാത്റൂം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിനീഗർ വാട്ടർ മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ അത് ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് പോകാനായിട്ട് ടാപ്പിൽ സ്പ്രേ ചെയ്യും. അതുപോലെ തന്നെ മിററിലും ഇതേ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കും. അതിനുശേഷം ബാത്റൂമിൽ മറ്റുള്ള ഭാഗങ്ങൾ വാഷ് ബേസിൻ, അതുപോലെ ഫ്ലഷ് ടാങ്ക്, ടോയ്ലറ്റ്, ഏറ്റവും അവസാനമാണ് നമ്മൾ ഫ്ലോറ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ബാത്റൂം ടൈൽസ് നമ്മൾ ബ്രഷ് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വൈപ്പർ ഉപയോഗിച്ച് അധികമായിട്ടുള്ള വെള്ളം വൈപ്പ് ചെയ്ത് കളയാറുണ്ട്. ഓരോ തവണ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷവും ഇതുപോലെ വൈപ്പർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം വൈപ്പ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം പെട്ടെന്ന് തന്നെ അഴുക്കാവുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ ബാത്റൂമിൽ ഇപ്പോൾ പേസ്റ്റ്, സോപ്പ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ തീർന്നിട്ട് അതിൻ്റെ കവറുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി പുതിയ ഐറ്റംസ് റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി പുതിയതായിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ലിവിംഗ് റൂമും അതിനോട് തന്നെ ചേർന്നുള്ള ഡൈനിങ് ഏരിയയും ക്ലീൻ ചെയ്യുന്നത് വ്യാഴാഴ്ചകളിലാണ്. എല്ലാ ദിവസവും നമ്മൾ ഫ്ലോറ് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് ഈ ക്ലീനിങ് റൂട്ടീനിൽ തേഴ്സ്ഡേയ്സിലാണ്. സോഫയിലെ കുഷ്യൻസ് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ TV യൂണിറ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാറുണ്ട്. മെയിൻ ഡോറിനോട് ചേർന്ന് തന്നെയുള്ള TV യൂണിറ്റ് ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഡംപ് ചെയ്ത് വെക്കുന്നത് ഈ TV യൂണിറ്റിലാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വൃത്തിയായിട്ട് ഡസ്റ്റിംഗ് ചെയ്യും ആദ്യം തന്നെ. അതിനുശേഷം ലിവിംഗ് റൂമിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ കോഫി ടേബിള്, അതുപോലെ സ്ലൈഡിംഗ് വിൻഡോ, വിൻഡോയുടെ റെയിൽസ് എല്ലാം വൃത്തിയായിട്ട് വാക്യൂം ക്ലീൻ ചെയ്യാനും ഡസ്റ്റിംഗ് ചെയ്യാനും ഈ തേഴ്സ്ഡേ കുറച്ച് സമയം മാറ്റി വെക്കും. സോഫ വാക്യൂം ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടുങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഫുഡ് പാർട്ടിക്കിൾസും ഒക്കെ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ സോഫയിലൊക്കെ ഇരുന്നായിരിക്കും മാക്സിമം സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ സ്പില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വാക്യൂം ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാക്കി കിട്ടും. അതിനുശേഷം നമ്മുടെ ഫ്ലോർ മാറ്റ് ഒന്ന് വാക്യൂം ക്ലീൻ ചെയ്തെടുക്കും. എല്ലാ ഭാഗവും ഡസ്റ്റിങ്ങും വാക്യൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുഷ്യൻസ് ഒക്കെ ബാക്ക് ടു പ്ലേസ് തിരിച്ച് അതേ ഭാഗങ്ങളിലേക്ക് വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കും. ഡൈനിങ് ടേബിളിലും ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒരുപാട് ഉണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റും. അതിനുശേഷം അവിടെയും വൃത്തിയാക്കും, ക്ലീൻ ചെയ്യും, ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഡൈനിങ് ടേബിൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്ത് ഡൈനിങ് ടേബിൾ മാറ്റ്സിൽ ഒരുപാട് കറയൊക്കെ പെരണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് ഒന്ന് കഴുകിയൊക്കെ ഇടാറുണ്ട്. വീക്ക്ലി ക്ലീനിങ് റൂട്ടീനിൽ അപ്പോൾ വ്യാഴാഴ്ചകളിൽ ഡൈനിങ് ടേബിളും അതുപോലെ ലിവിംഗ് ഏരിയയാണ് വൃത്തിയാക്കാനായിട്ട് സമയം കണ്ടെത്താറ്. വെള്ളിയാഴ്ച ദിവസം മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്യാനാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ ദിവസമാണ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ഡെസ്ക് ഒക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്യുകയും അവിടെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യാറ്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഐറ്റംസ് കമ്പ്യൂട്ടർ ടേബിളിൽ ഉണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റും. അതിനുശേഷം പിന്നീട് നമ്മൾ കീബോർഡ്സ് അതുപോലെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒക്കെ വൃത്തിയായിട്ട് തുടച്ചു വെക്കാറുണ്ട്.
അതിനുശേഷം റൂമുകളിലുള്ള വാർഡ്രോബ്സിൽ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ നേരത്തെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത് പെട്ടെന്ന് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം, അതുപോലെ ധൃതിയിൽ നമ്മൾ തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് ഓർഡറിലല്ല എടുത്തു വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ച് റീഓർഗനൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തും. 2 ബെഡ്റൂംസിലെയും എല്ലാ ക്യാബിനറ്റ്സും മൊത്തത്തിലൊന്ന് റീഓർഗനൈസ് ചെയ്യുന്നതും വെള്ളിയാഴ്ചകളിലാണ്. ദിവസവും നമ്മുടെ ഡെയിലി ക്ലീനിങ് റൂട്ടീനിന്റെ ഒപ്പം തന്നെ ഇതുപോലെ വീക്കിലി മൺഡേ ടു ഫ്രൈഡേ ഒരു ക്ലീനിങ് റൂട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാനും നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും പൊടിയിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കാനും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാവും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് അർജന്റായിട്ട് പുറത്ത് പോകേണ്ട ചില ആവശ്യങ്ങൾ വരിക, ഇതുപോലെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഈ വീക്കിലി ക്ലീനിങ് റൂട്ടീൻ ഫോളോ ചെയ്യാൻ കഴിയാതെ വന്നെന്ന് വരാം. എന്നിരുന്നാലും അടുത്ത ദിവസം യാതൊരു മുടക്കവും കൂടാതെ ഈ ക്ലീനിങ് റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ക്ലീനിങ് റൂട്ടീനിൽ ചേഞ്ചസ് വരുത്തി അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ. ഈ വീഡിയോയും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.